അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിത് സത്യമാണെങ്കിൽ നിങ്ങളിത് വിശ്വസിക്കുക. മറ്റുള്ളവരിലേക്ക്, ഒന്ന് രണ്ട് ആൾക്കാരിലേക്ക്, നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ ഒരു 10 ആൾ കണ്ടാൽ നമ്മൾക്ക് അതിൽ വലിയ സാമ്പത്തികമായ നേട്ടമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന്, വാസ്തവമാണെന്ന് വിശ്വസിച്ചാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കും ഉണ്ടാകുമെന്ന ചിന്തയിലാണ് പറയുന്നത്. ഒരാളും ഇവിടെ കിബർ അടിച്ചിട്ട് കാര്യമില്ല. ഞാനാണ് വലിയ ആളെന്ന് ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു അന്ത്യമുണ്ട്. ഇതിനി നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം പടച്ചവൻ്റെ പണി, ദൈവത്തിൻ്റെ പണിയാണ് ഓരോരുത്തർ എടുക്കണമെന്ന് പറയും. ദൈവമാകണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ദൈവമാകണം, എന്നാൽ ദൈവം ആകണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ പണിയെടുക്കണം. ദൈവം ഇവിടെ എങ്ങനെയാണ്? ദൈവത്തിന് പറയുന്ന പല വസ്തുക്കളുണ്ട്. ദൈവമാകുമ്പം എല്ലാവരെയും ഒരുപോലെ കാണും. കഴിവുള്ളവനെയും ഇല്ലാത്തവനെയും, മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സംരക്ഷിക്കുന്നത് ദൈവമാണ്. ഹിന്ദുവിനെയും മുസൽമാനും ക്രിസ്ത്യാനികളെയും ജാതി മതഭേദമന്യേ എല്ലാവരെയും സംരക്ഷിക്കുന്നതാണല്ലോ ദൈവം. എന്നാൽ ഇവിടെ ദൈവമാണെന്ന് വാദിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു. അവരെ അന്ത്യമൊക്കെ പറയുന്നത് കേട്ടാൽ വളരെ മോശമാണ്. എല്ലാവരും സമ്മതിക്കുന്നതാണ്. അന റബ്ബുക്കുമുൽ ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞ ആളായിരുന്നു ആര്? ഫിറഔൻ. ഫിറൗൻ്റെ നശീകരണം എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കി കൊല്ലുക ചെയ്തത്. ഫിറൗനും അനുയായികളും വെള്ളത്തിൽ കടൽ നടുക പിളർന്ന് അതിലൂടെ മൂസാ നബിയും കൂടെ പോന്നപ്പം മൂസാ നബിയും കൂട്ടരും പോന്നപ്പം ഫിറൗന് അവർ പിന്നാലെ പോന്നു. വെള്ളത്തിലൂടെ നശിച്ചു പോയി. അപ്പോൾ ആരും ഇവിടെ നിഴഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു അന്ത്യമുണ്ട്. ഞാനാണ് ദൈവം എന്ന് പറയണമെങ്കിൽ ആ ദൈവത്തിൻ്റെ വസ്തു അവനുണ്ടാവണം. ദൈവം എല്ലാവരും ഒരുപോലെ കാണും. അല്ലാത്തവരൊന്നും ദൈവമാകൂല, വലിയ ആളാവില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്, ഇവർക്കൊക്കെ ഒരു നശീകരണം ഉണ്ട്. നമ്മൾ ഈ ആരോഗ്യം, തണ്ടും തടിയും ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തും ചെയ്യാമെന്ന് തോന്നും. എന്നാലൊരു വേദന വന്നാൽ തീർന്നില്ല മനുഷ്യൻ്റെ സ്ഥിതി. മനുഷ്യനാകുന്ന ദൈവമാകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കൊരു വേദന, ശരീരത്തിലൊരു വേദന വന്നാൽ അത് അവന് സ്വയം ചികിത്സിക്കാനോ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയൂല. ഒരു വ്യക്തിക്കും കഴിയൂല, ലോകത്തൊരാൾക്കും കഴിയൂല. ഇനി പ്രവാചകന്മാരാണെന്ന് പറയുന്നവർക്കും കഴിയൂല അതിന് രക്ഷപ്പെടാൻ. വലിയ വിപൽഘട്ടത്തിലെത്തിയാൽ അതിന് രക്ഷപ്പെടാൻ റബ്ബാകുന്ന ദൈവം എന്തു ചെയ്യണം? അവൻ രക്ഷപ്പെടുത്താഞ്ഞാൽ ഒരു വ്യക്തിക്കും എന്താവില്ല, രക്ഷപ്പെടാൻ കഴിയൂല. എന്നാൽ ഈ ധിക്കാരത്തിൻ്റെ ഒക്കെ ഒരു അന്ത്യം, എല്ലാവർക്കും അന്ത്യമുണ്ട്. ഫിറൗൻ നശിച്ചില്ല അവിടെ. എത്ര ധിക്കാരികൾ ഇവിടെ, ഈ എന്തെല്ലാം സ്വച്ഛാധിപതികൾ ഇവിടെ ചെയ്തു കൂട്ടി. അവരൊക്കെ നശിച്ചു. അത് ഏത് നിലക്കുള്ള ധിക്കാരമാകട്ടെ. ഞാനൊരാളെ എൻ്റെ മതം എന്നുള്ള നിലക്ക് മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെട്ടു. ഞാൻ പറയണം ഇസ്ലാം മതം, ഞാനൊരു മുസ്ലിമാണെങ്കിൽ ഇസ്ലാം മതം മാത്രം മതി എന്നുള്ള ആ നിലക്ക് കിബിറ നടിച്ചാൽ എന്നെ ഇവിടെ അറിയപ്പെടുന്നതാണ് അവനൊരു കിബിറനായിരുന്നു. പക്ഷെ അത് തീർന്നു. കുറച്ച് കാലം കൊണ്ടൊക്കെ തീർന്നു പോയില്ലേ. പിന്നെ എവിടെ ഇവൻ്റെ മരണത്തോടു കൂടെ അവനെ കുയ്യ് കൊണ്ട് ആക്കിയാലോ, അവിടെ കുഴിച്ചിട്ടാലോ ചീഞ്ഞ് നാറിയിട്ട് അവൻ്റെ അടുത്ത് ആരെങ്കിലും അടുക്കുമോ? ഈ ദുന്യാവെന്ന് ചീഞ്ഞ് നാറുന്നതിനാണല്ലോ കുഴിച്ചിടുന്നത്. എത്ര വലിയ ആളുകളാണെങ്കിലും, രാജാവാണെങ്കിലും, പ്രധാനമന്ത്രി ആണെങ്കിലും, ആരാണെങ്കിലും ഒരു ജീവിച്ചിരിക്കുമ്പം ഒന്നിനിക്കൽ അവർ ബഹുമാനിച്ചു കൊണ്ട് കുറേ ആൾക്കാരുണ്ടാകും. അല്ലെങ്കിലോ അവൻ്റെ ഫിത്തിന പേടിച്ചുകൊണ്ട് ബഹുമാനിക്കും. എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലും എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരാനുകൂല്യം കിട്ടൂല എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യും? അവരോട് ബഹുമാനം, ഇങ്ങനെ നമ്മൾ ഈ കാപട്യമായ ബഹുമാനം നമുക്ക് അവരോട് തോന്നും. അപ്പം ഈ നിലയിൽ നമ്മളൊക്കെ എത്തും. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. അതിനുള്ള മാർഗമാണ് നമ്മളെന്ത് ചിന്തിക്കേണ്ടത്? നമ്മൾ തല കൊടുത്ത് ചിന്തിക്കുക. നമുക്ക് അള്ളാഹ് വെറുതെ തന്നതല്ല ബുദ്ധി. ഈ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചുകൊണ്ട് ഈ 4 ദിവസത്തെ ദുന്യാവിന് വേണ്ടി നമ്മൾ അങ്ങോട്ടോട്ടും അടി കൂടാതെ റബ്ബിൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കുക. ഇവിടെ നമുക്കൊന്നും പേടിക്കാനില്ല. ആരെന്ത് ചെയ്താലും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകണില്ല. ഇവിടെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് തീരുമാനിക്കണം.
എനിക്ക് സാമ്പത്തികമല്ലല്ലോ, എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് കണക്കാക്കിയത് വരുന്ന ചെയ്യും. നമ്മൾക്ക് അള്ളാഹ് എന്ത് കണക്കാക്കി അത് വരുന്ന ചെയ്യും. അത് ചിലപ്പോൾ എന്താണ് പറയുക, നമ്മൾ ഈ നല്ല നിലക്ക് ജീവിക്കണം എന്നാണ് പടച്ചോൻ കണക്കാക്കി അത് ആ രൂപത്തിലും അതല്ല നമ്മളെന്താണ് പറ്റ ദാരിദ്ര്യനായിട്ട് അല്ലെങ്കിൽ പേടിയോടുകൂടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭാഗത്തു നിന്ന് ഫിത്തന ഉണ്ടായിക്കൊണ്ട് ജീവിക്കണം എന്ന നിലക്കാണ് കണക്കാക്കി അത് വരുന്ന ചെയ്യും. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം നൽകും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരിൽ നീക്കിക്കളയും. ഇവിടെ ഓരോരുത്തരെയും ഗവൺമെൻറ് ആക്കുന്ന മന്ത്രിയാക്കുന്നതും ഒക്കെ ഇവിടെ ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാണ്. അപ്പം എല്ലാ ധിക്കാരികൾക്കും ഒരു അന്ത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ ആരും എന്ത് ചെയ്ത് ഞെളിഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. ഞങ്ങൾക്ക് പറയുന്ന കാര്യം വാസ്തവമല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ ഒരു പുരയിലെ ഉപ്പ അല്ലെങ്കിൽ ഒരാൾ ജ്യേഷ്ഠന് ആ പുര നിയന്ത്രിക്കുന്നത് അവനാണ്. അവിടെ കുട്ടികളെ അനങ്ങാനയക്കൂല. അയാൾ മരിക്കലോട് കൂടെ തീർന്നില്ലേ? എല്ലാം അങ്ങനെ തന്നെയാണെന്നാ, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണുള്ളത്. ഈ ഫിറഔൻ എന്ന് പറഞ്ഞ ധിക്കാരി ദൈവത്തിൻ്റെ പണിയെടുക്കുന്ന ആളാണ് എന്ന് പറയും, ദൈവമാണെന്ന് വാദിച്ചല്ലോ. അപ്പോൾ മൂസാ നബി പറഞ്ഞു, എൻ്റെ റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, എന്നപോലെ ഈ ജന്മം കൊടുക്കാനൊക്കെ കഴിയും. ഒരാൾക്ക് ജീവനെടുക്കുന്നതും മരിപ്പിക്കാനൊക്കെ കഴിയുന്നവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കും കഴിയുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ആളോട് പിടിച്ചുകൊണ്ടെന്ന് കണ്ട് ആളുകളെ കൊണ്ടുവന്ന് ഒരാളെ വെട്ടിക്കൊന്ന് മറ്റാളെ വെറുതെ വിട്ടു. ഞാനും മരിപ്പിക്കും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ധിക്കാരികളൊക്കെ കഴിഞ്ഞു പോയ ദുന്യാവാണിത്. അപ്പം അധിക കാലമൊന്നും മക്കളെ നമുക്ക് ആയുസ്സില്ല എന്ന് മനസ്സിലാക്കി നല്ല നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും നല്ല നിലക്ക് കഴിഞ്ഞു കൊടുക്കൂടേണ്ടി. ഈ മതം രാഷ്ട്രീയം ഈ വ്യക്തികളും നോക്കാതെ എല്ലാവരും ഒരു ഉമ്മ പറ്റ മക്കളാണ്. ആദമിൻ്റെ അവ്വയുടെയും ഹവ്വാ ബീവിൻ്റെയും ആദം അലൈഹി സ്വലാമിൻ്റെയും മക്കളാണെന്നുള്ളതിലൊക്കെ ജീവിക്കുക. ഇതിലൊക്കെ നമുക്ക് കാര്യം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ തോന്നിയതുപോലെ ഈ ജാതിൻ്റെയും മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പൊടിയും കലഹവുമായിട്ട് ജീവിച്ചാൽ ആ കലഹം തന്നെ ഉണ്ടാകും കാലാകാലം. പിന്നെ ഇവർ കഴിഞ്ഞാൽ വരെ മക്കളങ്ങനെ ആ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങളെ വെച്ചൊക്കെയാണ് ഞമ്മക്കിപ്പം വലിയത് നമ്മളെ പള്ളിയോ നമ്മളെ അമ്പലമോ അതൊക്കെ ആയിരിക്കും ഓരോരുത്തർ. എന്നാലും ഇവിടെ ദാരിദ്ര്യമായിട്ട് പട്ടിണി കിടന്നിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ വീർപ്പ് മുട്ടി ജീവിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അങ്ങനത്തെ